കോഴിക്കോട് നടന്ന കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക യാത്രയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നു എന്ന പരാതിയിൽ വിവാദം. ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ പങ്കെടുക്കാത്തത് തെറ്റാണെന്നും വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിലെ വിഭാഗീയതയാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കലിന് പിന്നിൽ എന്നാണ് സൂചന. ജില്ലയിലുണ്ട്. ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു. ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേർന്ന് കോഴിക്കോട്ട്. അസ്ലം, ഈ DCC പ്രസിഡന്റ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ചാണ്ടി ഉമ്മൻ പങ്കെടുത്തില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണോ? കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എന്ന തലക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് ജനസമ്പർക്ക പരിപാടി യാത്ര നടത്തിവരികയാണ് ഈ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ. ഇന്നത്തെ പരിപാടി രാവിലെ മുഖദാർ ബീച്ചിൽ അതിൽ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ചാണ്ടി ഉമ്മനാണ്. അങ്ങനെ ഇന്നലെ മാധ്യമങ്ങൾക്കെല്ലാം അറിയിപ്പ് വരികയും ചെയ്തു. രാവിലെ നമ്മളെല്ലാം പരിപാടിക്ക് പോവുകയും ചെയ്തതാണ്. അതേസമയം ചാണ്ടി ഉമ്മൻ ആ പരിപാടിക്ക് എത്തിയില്ല. ഇത് ആദ്യഘട്ടത്തിൽ പരിപാടിയിൽ എത്തിയില്ല, വൈകുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് കാര്യമുണ്ടായിരുന്നു. അതേസമയം ചില വിവാദങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. ഇടയ്ക്ക് DCC പ്രസിഡന്റ് പ്രതികരണം വന്നതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായ ഒരു വിവാദത്തിലേക്കും വഴിമാറുന്നത്. ജില്ലയിലുണ്ടായിരുന്നിട്ടും അദ്ദേഹം പങ്കെടുക്കാൻ പറഞ്ഞിട്ടും പങ്കെടുത്തില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പ്രതികരിച്ചിരിക്കുന്നത്. ചാണ്ടി ഉമ്മനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അല്പസമയത്തിനും അദ്ദേഹത്തിന്റെ പ്രതികരണവും വരും. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മറ്റൊരു പരിപാടി അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രതികരണം വരും. അദ്ദേഹം പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് അദ്ദേഹം ദുബായിൽ നിന്നും എത്തിയതിനു ശേഷം വൈകിയതുകൊണ്ട് ഒരുപക്ഷെ ആ പരിപാടി കഴിഞ്ഞതുകൊണ്ടാണ് പങ്കെടുക്കാത്തത്, മനഃപൂർവ്വം അല്ല എന്നൊരു വിശദീകരണമാണ് നൽകുന്നത്. അതേസമയം ഇതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസിലെ ചില വിഭാഗീയമായ ചില നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ള സൂചന കൂടി കോൺഗ്രസ് വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പുള്ള വിഭാഗവും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള മറ്റൊരു വിഭാഗത്തിൻ്റെതായ ഒരു വിഭാഗീയതയിലുണ്ടെന്ന് പറയുന്നു. പ്രത്യേകിച്ച് സൗത്ത് മണ്ഡലം കമ്മിറ്റി ഷാഫിക്ക് മേൽക്കോയ്മയ്ക്കുള്ള രാഹുൽ മാങ്കൂട്ട വിഭാഗത്തിന് മേൽക്കോയ്മയുള്ളൊരു കമ്മിറ്റി ആയതുകൊണ്ട് അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നൊരു വിവാദ കാര്യമാണ് ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നൊരു പരാതി. അതേസമയം ഈ കാര്യത്തിൽ എന്തായാലും ചാണ്ടി ഉമ്മന്റെ പ്രതികരണം കൂടി വരണം. അതേസമയം DCC പ്രസിഡന്റ് പ്രതികരണം എന്താണ് ഉണ്ടായിട്ട് പങ്കെടുത്തത് ശരിയായില്ല, തെറ്റാണ്, മാത്രമല്ല എന്താണെന്നുള്ള അന്വേഷിക്കുമെന്ന് പറഞ്ഞത് എന്തായാലും കുറച്ചുകൂടി ഗൗരവത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും DCCയിൽ പരിപാടി നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ DCCയിലെത്തി DCC പ്രസിഡന്റ് ഉൾപ്പെടെ കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് പരസ്യമായ ഒരു വിവാദമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിലെ വിഭാഗീയതയുടെ ഒരു പ്രതിഫലനമായി തന്നെ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ചാണ്ടി ഉമ്മന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ച പരിപാടിയായിരുന്നു. അതെ, ഇന്നലെ തന്നെ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നിരുന്നു. രാവിലെ 7 മണിക്ക് കോഴിക്കോട് മുഖദാർ ബീച്ചിൽ വെച്ചാണ് ഈ പരിപാടി ഇതിന്റെ ഒരു തുടർച്ചയുണ്ടെങ്കിൽ പരിപാടിയാണ്. അത് ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ എന്ന വിവരം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ കൂടി വരുന്ന പരിപാടി എന്ന നിലയിൽ രാവിലെ ആരും റിപ്പോർട്ട് ചെയ്യാൻ പോവുകയും ചെയ്തു. അതേസമയം ചാണ്ടി ഉമ്മൻ പങ്കെടുത്തില്ല. സ്വാഭാവികമായി പങ്കെടുക്കാതിരിക്കുമായിരിക്കും എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയത്. അതേസമയം പിന്നീടാണ് ഇക്കാര്യത്തിൽ ബോധപൂർവമായി വിട്ടുനിന്നാണെന്നുള്ള സംശയം ഉയരുന്നു. പരാതികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നു. തുടർന്ന് DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതും ഇതിൽ ജില്ലയിൽ ഉണ്ടായിട്ടും പങ്കെടുത്തില്ലെങ്കിൽ അത് തെറ്റാണ്, അതെന്താണ് കാരണമെന്ന് ഞങ്ങൾ അന്വേഷിക്കും എന്നൊരു സംഘടനാപരമായ ഒരു ഇടപെടൽ എന്ന രീതിയിൽ വന്നതോടുകൂടിയാണ് കുറച്ച് വിവാദമായത്. ഇതിനെ തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ദുബായിൽ വന്നതിന് ശേഷമുള്ള ക്ഷീണത്തെ തുടർന്ന് ഉറങ്ങിപ്പോയതാണ്. പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എഴുന്നേറ്റത് എന്നൊരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതേസമയം സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുന്നത് പോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെ വിഭാഗീയത ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ലീഡർഷിപ്പ് എന്ന നിലയിൽ അതിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തെ ലീഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതേസമയം തന്നെ ചാണ്ടി ഉൾപ്പെടെ ചില വിഭാഗങ്ങൾ ഇവരുടെ നേതൃത്വം അല്ലാതെ ഒരു A ഗ്രൂപ്പിലെ തന്നെ വിഭാഗീയതയുടെ ഭാഗമായി രൂപപ്പെട്ട് വരുന്നുണ്ട്. പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പല കാര്യങ്ങളും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയൊക്കെ തന്നെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. പ്രത്യേകിച്ച് സൗത്ത് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത് രാഹുലിന് മേൽക്കോയ്മയുള്ള ഷാഫി രാഹുൽ ടീമിന് മേൽക്കോയ്മയുള്ള കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത്ര താല്പര്യത്തോട് ചാണ്ടി ഉമ്മൻ അത് പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന സൂചനകൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ പ്രാഥമികമായി നമ്മൾ സ്വകാര്യമായി വ്യക്തിപരമായി സംസാരിക്കുന്നത് നിഷേധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ മറ്റൊരു പരിപാടിക്ക് അദ്ദേഹം വരുന്നുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്ക് ഒരു പുസ്തക പ്രകാശനം ബന്ധപ്പെട്ട പരിപാടിക്ക് അദ്ദേഹം അല്പസമയത്തിനകം എത്തും. അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണം ലഭിക്കുമെന്ന് കരുതുന്നു. എന്തായാലും വിവാദമായ സാഹചര്യത്തിൽ DCC പ്രസിഡന്റ് തന്നെ ഒരു വിശദീകരണം ചോദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ DCCയിൽ നിന്ന് കാണാനുള്ള സാധ്യത